മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. സിഎംആർഎല്ലിന് നൽകിയ സേവനം കൈപ്പറ്റിയ 2.78 കോടിയുടെ വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. എസ്എഫ്ഐഒയിൽ നിന്ന് ലഭിച്ച 134 നിർണായക രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ആദ്യത്തെ തവണ വീണയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു, പിന്നെ രണ്ടാമത്തെ തവണയും ചോദ്യം ചെയ്യുന്നു, ഇപ്പോഴിതാ മൂന്നാം തവണയും ഇഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിലൊരു വ്യക്തത ഇതുവരെ ഇഡിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ മൂന്നാം തവണ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ അത് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാവുക? അനുശ്രീ, മൂന്നാം തവണ ഇഡിയെ വിളിപ്പിക്കുമെന്നുള്ള കാര്യത്തിലാണ്. അതായത് ഇഡിയുടെ മുന്നിൽ വീണയുടെ മറുപടികൾക്ക് വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വീണയെ ചുറ്റിപ്പറ്റി മാത്രമല്ല, അതായത് വീണയെ ചോദ്യം ചെയ്ത ശേഷവും എസ്എഫ്ഐഒയുടെ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷവും ഈ ഇഡി അന്വേഷണം മുൻ സർക്കാരിലേക്ക് നീളുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിലേക്കും നീളുന്നു എന്നുള്ളതാണ് മറ്റൊരു പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ ആണ് ഈ എക്സലോജിക്കും സിഎംആറിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത്. അത് വീണ ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രമാണോ എന്നുള്ള കാര്യവും, സിഎംആറിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത് സിഎംആറിന്റെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം എവിടെ നിന്നാണ്, അതോ PMLA നിയമപ്രകാരം ഉള്ള കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പ്രധാനമായും അന്വേഷിക്കുന്നത്. അത്തരത്തിൽ സിഎംആറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒന്നാം പിണറായി സർക്കാരിലേക്ക് കൂടി ഇഡിയുടെ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലെ വീണയെ 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഈ 10 മണിക്കൂറിനുള്ളിലും വീണ നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തതയില്ല എന്ന് തന്നെയാണ് ഇഡി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ശേഷം 134 രേഖകളാണ് ഈ ഇഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഈ 134 രേഖകൾ നിർണായകമാണ്. ഈ SFIO രജിസ്റ്റർ ചെയ്തുള്ള പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രേഖകളുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. അത്തരത്തിൽ ഈ രേഖകൾ ലഭിക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതായത് മിനിയാന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈവശം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് 29-ാം തീയതി ഹാജരാകാൻ വീണ ടിയെ വളരെ അടിയന്തരമായി ഇന്നലെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ 9:30 കൊച്ചിയിലെ സോൺ ഓഫീസിൽ, ഇഡിയുടെ സോൺ ഓഫീസിലാണ് വീണ ഹാജരായിട്ടുള്ളത്. പക്ഷെ 10 മണിക്കൂറാണ് ഇന്നലെ ചോദ്യം ചെയ്യാൻ നീണ്ടത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളതാണ്. ഇതിനകം വീണയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ലോക്കർ HDFC ബാങ്കിലുള്ള ലോക്കർ തുറന്ന് പരിശോധന നടത്തിയിരുന്നു. മറ്റ് ഇടപാടുകൾ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ വീണയെ സംബന്ധിച്ചിട്ടും എക്സാലോജിക്കിന്റെ സംബന്ധിച്ചിട്ടും സിഎംആറിൽ നിന്നും ഏതു തരത്തിൽ പണം വാങ്ങി എന്നുള്ള കാര്യത്തിലാണ് ആ വ്യക്തത നൽകാൻ കഴിയാത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. IT സേവനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് സിഎംആറിന് നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നത്. അതായത് 8 ലക്ഷം രൂപയായിരുന്നു കൈപ്പറ്റിയിരുന്നത്. അതിൽ 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കുമാണ് പോയിട്ടുള്ളത് എന്നുള്ള വിശദാംശങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതേസമയം ആദായ നികുതി വകുപ്പ് 1.8 കോടി രൂപയുടെ ഇടപാടുകളുടെ കൃത്യത ഇല്ലായ്മ കണ്ടെത്തുമ്പോൾ അത് പിന്നീട് 2.78 കോടി എന്നുള്ള കണക്കിലേക്ക് കണ്ടെത്തുന്നു. വീണയ്ക്ക് ലഭിച്ച കണക്ക്, അതായത് പണത്തിന്റെ കണക്ക് കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള വലിയ ഇടപാടുകൾ നടത്തിയിട്ടും മാത്രമല്ല, വീണയെ സംബന്ധിച്ചിട്ട് ഈ സിഎംആറിന്റെ മറ്റൊരു സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ലിമിറ്റഡ് വീണയ്ക്ക് ഈ മാസപ്പടി നൽകുന്നത് കൂടാതെ 50 ലക്ഷം രൂപ ലോൺ അനുവദിച്ചിരുന്നു. അത് തിരിച്ചടവ് നടന്നിട്ടില്ല. അതിന് പലിശയടക്കം തിരിച്ചടയ്ക്കാനുണ്ട്. അത്തരം സാഹചര്യത്തിൽ എവിടെ നിന്നാണ് സിഎംആറിന്റെ പണത്തിന്റെ സോഴ്സ് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിഎംആറിന്റെ വിവിധ ഉദ്യോഗസ്ഥരെയും അതുപോലെ MD സ്ഥാനത്തുള്ളവരെയും ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നതാണ്. കർത്താ കുടുംബത്തെ മുഴുവൻ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇനിയും തുടർ നടപടികൾ ഉണ്ടാകും. വീണ എന്തായാലും 3ാം ഘട്ട ചോദ്യം ചെയ്യലിലാണ് ഇഡി വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഇന്നലെ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വീണയിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇഡി നിലപാട്. അനുശ്രീ, ശരി. മാസപ്പടി കേസിൽ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇഡി. ആജ്ഞയാണ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.